ഹായ് ഹലോ എൻജോയ്സ് ആണ്. അപ്പോൾ ഞായറാഴ്ചയല്ലേ, ഞാനും കുട്ടാപ്പിയും കൂടെ ഒന്ന് കറങ്ങാൻ പോകണം കേട്ടോ. ഇതെനിക്ക് എൻ്റെ അമ്മ തന്ന പേഴ്സാണ്, പുതിയ പേഴ്സാണ് കേട്ടോ. ഫോണ് എല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനും എൻ്റെ കുട്ടാപ്പിയും കൂടെ ഒന്ന് പോവുകയാണ് കേട്ടോ. ഇതോ കുട്ടാപ്പിയെ കാണിക്കാം. കുട്ടാപ്പിയെ, പൊന്നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ? അത് താക്കോലാ? കീയാ? മിടുക്കൻ മിടുക്കൻ. ഇതാരും സൈക്കിൾ വിടിട്ട പൊന്നെ? സൈക്കിൾ ഇട്ടതാരാ? നമ്മളെവിടെ പോവാ? ഐസ്ക്രീം? ഏത് ഐസ്ക്രീമാ നമ്മൾ കുടിക്കുന്നേ? നമ്മളെ ഏത് ഐസ്ക്രീമാ ഇന്ന് കഴിക്കുന്നേ? ഏതാ പൊന്നിന് ഏതാ ഇഷ്ടം? ഏത് ഐസ്ക്രീമാ ഇഷ്ടം? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ നടക്കാണ് കേട്ടോ. വണ്ടി അങ്ങ് താഴെ വെച്ചിരിക്കുന്നത്. വണ്ടി നമുക്ക് വേലിലോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ചള്ളയാണ്. കാരണം വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും ഹായ് പറഞ്ഞേ കുട്ടാപ്പി. ഹായ്. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ ഹായ് ഒന്നും പറയത്തില്ല, ഞങ്ങൾ വലിയ പുള്ളിയാ. അപ്പൊ ഇന്ന് എൻ്റെ മോൻ്റെ കൂടെയാണ് ഞങ്ങളൊന്ന് പുറത്തവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാൻ. അപ്പൊ ഇന്ന് മോൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളൊന്ന് പോയി കറങ്ങിയേച്ച് വട്ടെ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇരിക്കുന്നു. അത് കയറണോ? താക്കോലിട്ടെ എടുക്കാൻ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. നടക്കാൻ വയ്യ കുട്ടാപ്പി തൊട്ട് നടക്കാൻ വയ്യ കേട്ടോ. കുട്ടാപ്പി എലിയെ കയറിയിരിക്കുകയാണ്. ഞാനും കുട്ടാപ്പിയും കൂടെ അങ്ങനെ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കടയിലാണ് വന്നത്. ബെസ്റ്റ് ബേക്കറിലാണ് കേട്ടോ വന്നത്. സ്ഥിരം കുട്ടാപ്പിയും ഞങ്ങളെല്ലാവരും അവിടെ തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് പോകുന്നത്. നല്ല ഫുഡാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് ബെസ്റ്റ് ബേക്കറിയുടെ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഞാനും കുട്ടാപ്പിയും വന്നിരുന്നു. കുട്ടാപ്പിയാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബുക്കിലൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവനൊരു സ്ട്രോബെറിയുടെ സ്കൂപ്പാണ് പറഞ്ഞത്. എനിക്കൊരു പപ്സും ചായയും പറഞ്ഞു. പക്ഷേങ്കിൽ എനിക്ക് കൊണ്ട് പപ്സ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവനത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഉടനെ പപ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അന്നേരം സോസ് വേണം. അവന് സോസ് ഒഴിക്കണം. സോസ് ഒരു കുറച്ച് ഒഴിക്കുമ്പോഴത്തേനും പറയും മതി എന്ന് പറയും. ഞാൻ എന്തിനാണ് വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഭയങ്കര ആയിട്ട് അവർ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നല്ല ഫുഡാണ്. 35 രൂപയാണ് പപ്സിൻ്റെ വില. പക്ഷെ ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. മീറ്റ് പപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതിനകത്ത് മീറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും കുട്ടാപ്പി ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് 2-3 പേര് വന്ന് പരിചയപ്പെട്ടു. 2 പേര് വന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ അവരോടാണ് കേട്ടോ. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് പക്ഷേ ചമ്മലായിരുന്നു കേട്ടോ എടുക്കാനായിട്ട്. ഇതിനിടയിൽ കുട്ടാപ്പിക്കുള്ള ഐസ്ക്രീം വന്നു. ഇത് സ്ട്രോബെറി. എപ്പോൾ ചെന്നാലും സ്ട്രോബെറിയുടെ ഇത് സ്കൂപ്പേ അവൻ ചോദിക്കത്തുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറിയുടെ ഫ്ലേവർ. എനിക്കെന്തോ സ്ട്രോബെറിയോട് എനിക്കത്ര താല്പര്യമില്ല. എനിക്ക് പിസ്തായുടെ ഫ്ലേവറാണ് ഇഷ്ടം. പിന്നെ അപ്പോൾ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ആൾക്ക് പിന്നെ പപ്സോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ആ പപ്സ് ഞാൻ കഴിച്ചു. നല്ല ചൂട് ചായയായിരുന്നു. ചൂട് ചായയും കൂട്ടി കഴിച്ചു. ഇത്രയേ ഉള്ളൂ ബേക്കറിക്കകത്ത് നിന്ന് എടുത്ത കാര്യങ്ങൾ. ബാക്കി പുറത്തായിരുന്നു. പുറത്ത് ഞങ്ങളൊരു കടയിൽ കയറി. പക്ഷേ അത് ടോയ്സിൻ്റെ കടയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കാറ് കണ്ടിട്ട് കുട്ടാപ്പി ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ അതിൻ്റെ വില ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 500 രൂപയാണ് അതിൻ്റെ വില. ഒരു തരത്തിൽ അവിടെ നിന്ന് അവനെയും കൊണ്ട് ഞാൻ വണ്ടിയിൽ കയറി ഇങ്ങനെ പോന്നു. പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും എനിക്കിട്ട് നോക്കുക, ഇത് കൊച്ചിൻ്റെ അമ്മ തന്നെയാണോ, എന്തിനാണ് ഈ കുഞ്ഞിങ്ങനെ കിടന്ന് കരയുന്നതെന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഒരു തരത്തിൽ ഞാൻ വണ്ടിയിലിട്ട് കൊണ്ടുവന്ന് വീടിനവിടെ കൊണ്ടുവന്ന് പിന്നെ അവിടെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോയിട്ട് പിന്നെ അവിടെ കയറി ഒരു കടയിൽ നിന്ന് ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം ഓക്കെ ആയി. എനിക്കിന്ന് നൈറ്റ് ഒരു കല്യാണമുണ്ട്, അതിന് പോകണം. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വൈകിട്ടത്തെ ലൈവുകളൊക്കെ നിങ്ങൾ മുടങ്ങാതെ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടാപ്പി ഇതുവരെ അത് കഴിച്ചു കഴിഞ്ഞില്ല. ഞാൻ വോയിസ് ഓവർ കൊടുത്ത് തീരുകയും ചെയ്തു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.